കൂട്ടുകാരി, ഇന്ന് നമ്മൾ കുക്കറിലൊരു വളരെ കുറഞ്ഞ സമയം കൊണ്ടൊരു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അതിനായിട്ടൊരു ബൗളിലേക്കൊരു 2.5 കപ്പ് റൈസ് ഞാൻ ഇടുന്നുണ്ട്. ഇത് ബർക്കത്തിൻ്റെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 3 ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. 2.5 കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അരി. അത് നല്ല രീതിയിലൊന്ന് ഒരു കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പട്ട, ഗ്രാമ്പ്, ഏലക്ക കേട്ടോ. കുക്കർ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ ഗ്രാമ്പ്, ഏലക്ക, പട്ട ഇട്ടു. അതൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വരുന്ന നേരത്ത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം. ആ കറി എടുത്ത് ഇതിലേക്ക് ഇടും. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ആ കറി എടുത്ത് അതിലേക്ക് റൈസ് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ മിക്സിങ് നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ 2.5 കപ്പിന് 3.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3.25 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർക്കുക കേട്ടോ, കൂടിപ്പോവരുത് കുറഞ്ഞാലും. ഈ സമയത്ത് കുറച്ച് നെയ്യും ഇത്തിരി പൈനാപ്പിൾ എസൻസും ചേർക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിടാം. ഇവിടെ എൻ്റെ മല്ലിയില ഇത്തിരി കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിക്കേണ്ട, നല്ല രീതിയിൽ എയർ വന്ന് തുടങ്ങുമ്പോൾ ആ വാൽവ് പ്രസ് ചെയ്ത് നോക്കി അറിയാം, നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ അടിപൊളി കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ആ ചിക്കനും എല്ലാം കൂടി മിക്സായിട്ട് വരുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇവിടെ ഈ പിള്ളേർക്കൊക്കെ മറ്റു രീതിയിൽ ഉണ്ടാക്കണേലും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തിൽ, ഞാനാണെങ്കിൽ ഇത് ഇടയ്ക്ക് ചിക്കൻ വാങ്ങുമ്പോഴൊക്കെ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കും. പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. നല്ലൊരു ഇതും എല്ലാം കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, ഒക്കെയും പറ്റും. പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് പോവുക കേട്ടോ. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതിലേക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.